ഹായ് ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് ലോക. ഞാൻ കണ്ട് ആലപ്പുഴ പാൻ സിനിമാസിൽ കണ്ട് വന്ന് കയറി ഫ്രഷായിട്ട് വന്നിരുന്ന് നിങ്ങളുടെ മുമ്പ് വീഡിയോ ചെയ്തതാണ്. പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തുവായി ചെയ്തു വച്ചേക്കുന്നത്. ഒരു മലയാളം പടമാണ് ഞാൻ ഈ വന്ന് കണ്ടിട്ട് വന്നിരിക്കുന്നതെന്ന് ഒന്നുമില്ല. ഈ പടം കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പടം കണ്ടവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ആ പടം കണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഓരോ സീൻ ബൈ സീൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവും. ഇങ്ങനെ തികട്ടി വരിക എന്നൊക്കെ പറഞ്ഞില്ലേ, അതുപോലെ ഓരോ എൻ്റെ അമ്മോ സിനിമോറ്റോഗ്രാഫി വേറെ ലെവൽ. ഹോളിവുഡ് പടമൊക്കെ നമ്മൾ കാണത്തില്ല. നമ്മൾ ഈ ജോൺ വീക്ക് അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് ഇല്ലേ, അതിനകത്ത് ഈ ഗെയിം ഓഫ് ത്രോൺസിൽ ചില സമയം ഈ ഡ്രാഗൺ തീതുപ്പുന്ന സമയത്തുള്ളൊരു ലൈറ്റിംഗ് ഉണ്ട്. ആ സെയിം സാധനം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. എന്തും തരംഗം സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ടോവിനോ തോമസിൻ്റെ ഒക്കെ പടം അത്ര ഹിറ്റായില്ല. എനിക്കത് ഇഷ്ടമാണ്. അതിനകത്ത് ടോവിനോയുടെ ചില കോമഡിയൊക്കെ ഇഷ്ടമാണ്. ആ പടത്തിൻ്റെ ഡയറക്ടറാണ് ഈ സാധനം എടുത്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതാണ്. ഞാനൊരു പടത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ വന്ന് ചെയ്യണം, ഇങ്ങനെ എടുക്കണമെന്ന് വിചാരിച്ച, പക്ഷെ ഇത് പറയണം. ഇത് പറഞ്ഞില്ലെങ്കിൽ മലയാള സിനിമക്ക് നമ്മൾ എന്തുവാണ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത്രയും എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഒട്ടും പ്രതീക്ഷയില്ലാതെ എന്നാൽ ആ ഒരു ട്രെയിലർ കണ്ടതിൻ്റെ പുറത്ത് വെച്ച് നേരെ പോയി കണ്ടു, മനസ്സ് നിറഞ്ഞ് വന്നു. കിടിലം. അതിനകത്ത് നെസ്ലി സൂപ്പർ, പിന്നെ ചന്തു സലീം കുമാറിൻ്റെ മോൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചില കോമഡി സീൻസൊക്കെ നമ്മൾ അറിയാതെ ചിരിച്ചു. പിന്നെ നമ്മുടെ കഥാനായിക വേറെ ലെവൽ. കാരണം ചെറിയ ചൈൽഡിഷ്, നമ്മുടെ തല്ലുമാലയൊക്കെ കാണുമ്പോൾ അതിനകത്ത് ചെറിയ ചൈൽഡിഷ് ആയിട്ടുള്ള സ്വഭാവമൊക്കെയാണ് ഇത്രയും നാൾ നമ്മുടെ ക്യാരക്ടറിൽ ഇരുന്നത്. പക്ഷേ ഈ പടത്തോടു കൂടി അതെല്ലാം പൊളിച്ചടുക്കിയിട്ടുണ്ട്. സൂപ്പർ. ഒരു ലേഡീസ് ഹീറോയിൻ, ഒരു സൂപ്പർ ഹീറോ എന്നൊക്കെ പറയുന്ന നമുക്ക് പെൺപിള്ളേരും ഉണ്ട് എന്ന് പറയുന്ന ഒരു അബ്ജാതി കിടിലം സാധനമാണ് ചെയ്തു വെച്ചേക്കുന്നത്. നമ്മൾ കല്യാണി പ്രിയദർശനെ പറ്റി പറയുവാണെങ്കിൽ ഇത്രയും സത്യം പറഞ്ഞാൽ ഇപ്പോൾ മലയാളത്തിൽ ഇത്രയും ബോൾഡായിട്ട് അഭിനയിക്കാൻ പറ്റിയ നടിമാരിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ക്യാരക്ടറാണ് അതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് ഓരോ ക്യാരക്ടറും പ്ലേസ് ചെയ്തേക്കുന്ന രീതി, അതിൻ്റെ ഇൻട്രോ, അവരുടെ ക്യാരക്ടർ എല്ലാം അടിച്ചു പൊളിച്ച് തകർത്തിട്ടുണ്ട്. കാരണം നമുക്കിത് നമ്മളൊരു പ്രതീക്ഷ, നമ്മൾ പടം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്നൊരു പ്രതീക്ഷ, അത് അടുത്ത എന്തായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് മാത്രമാണ് ഈ പടം. ഇത് തീരെ നമ്മൾ ആഗ്രഹിക്കത്തില്ല. ഫസ്റ്റ് ഹാഫ് എൻ്റെ അമ്മ കിടിലം ഫസ്റ്റ് ഹാഫ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിയാണ് എടുത്തു പറയേണ്ടത്. ഇതിനെ സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത് നിമിഷ രവി. എടുത്തു വെച്ചേക്കുന്ന ഓരോ ഫ്രെയിമും ലൈറ്റിങ് ഹോളിവുഡ് പടം മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനൊന്നും മലയാളം പടത്തിൽ കാണാൻ പറ്റുന്നത് ഞാൻ കരുതിയിട്ടില്ല. അത്ര എക്സൈറ്റഡ് ആയിരുന്നു. അടിപൊളിയായിരുന്നു ബ്രോ. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് ചമ്മൻ ചാക്കോ. പിന്നെ ഇതിൻ്റെ മെയിൻ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ BGM, അത് പ്ലേസ് ചെയ്തേക്കുന്ന രീതി. എൻ്റെ അമ്മ രോമാഞ്ചം. അതിനകത്തൊരു ഫ്ലാഷ് ബാക്ക് സീനുണ്ട്. ഞാൻ കഥയൊന്നും പറയുമല്ലോ കേട്ടോ. അതിനകത്തൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇത് കല്യാൺ പ്രിയദർശനി ഈ പറയുന്ന ആൾ എങ്ങനെ ഇതിനകത്തോട്ട് വന്നെന്ന് കാണിക്കുന്ന ഒരു സീനുണ്ട്. എൻ്റെ അമ്മോ, അതിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു BGM രോമാഞ്ചം. പിന്നെ ഏറ്റവും ലാസ്റ്റ്, ഞാൻ ഇതൊന്നും പറയുന്നില്ല, സ്പോയിലർ ആക്കുന്നില്ല, നിങ്ങൾ കണ്ടിട്ട് വന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ജെന്യൂൻ റിവ്യൂ കൊടുക്കുക. ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഐറ്റം ഉണ്ട്, ആ സമയത്ത് കൊടുത്തിരിക്കുന്ന ഒരു BGM ഉണ്ട്, വേറെ ലെവൽ. പടം മൊത്തത്തിൽ ഒന്നും പറയാനില്ല. നമ്മൾ ടോപ്പ് 2025 ഓണം തൂക്കി. അപ്പുറത്ത് ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം ഉണ്ട്. നല്ല പടമാണ്, നല്ല അഭിപ്രായമാണ്. ഓക്കെ, എന്നാലും എനിക്ക് തോന്നുന്നത് ഫാമിലി ഓഡിയൻസിന് എത്രത്തോളം ഇത് വർക്കൗട്ട് ആകുമെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ തന്നെയും ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ലെവലിലൊരു മേക്കിങ്, ഈ ഒരു കാര്യങ്ങളൊക്കെ ഈ പടത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണണം. അത് ഫ്രം ദ ബിഗിനിങ്ങിൽ ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ട്, അത് തൊട്ട് അറ്റ് ദ എൻഡിങ്
ഒന്നും പറയാനില്ല. ഇതിനകത്ത് എനിക്കൊരു നെഗറ്റീവ് ഇതിനകത്ത് തോന്നിയിട്ടില്ല, പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് കൊണ്ട് വെച്ചേക്കുന്നത്. സാധനമാണ് ഫസ്റ്റ് ഹാഫ് ചെയ്ത് വെച്ചേക്കുന്നത്, ടോപ്പ് നോച്ച് ഐറ്റം. പിന്നെ പടത്തിനെ പറ്റി ഇതിൻ്റെ പ്രൊഡ്യൂസർ അറിയാമായിരിക്കുമല്ലോ, വേഫെയർ ഫിലിം എൻ്റർടൈൻമെൻറ്റ്, ദുൽഖർ സൽമാൻ. പുള്ളി മലയാളം പടം ചെയ്യുന്നത് വളരെ കുറവാണ്. പോയി ഹിന്ദി തെലുങ്കിലൊക്കെ പോയി അവിടെ പോയി അഭിനയിച്ച് കിടിലം പടങ്ങളാണ്, നല്ല പടങ്ങളാണ്, നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യം. മലയാളത്തിൽ ലാസ്റ്റ് ഇറങ്ങിയ പടം അത്ര ഹിറ്റായില്ല. പക്ഷേ ഈ ഒരു സാധനം പുള്ളി മലയാളത്തിന് കൊടുത്തേക്കുന്ന ഗിഫ്റ്റാണ്. ഗിഫ്റ്റ്, വേറെ ഒന്നും അതിനകത്ത് പറയാനില്ല. മലയാളത്തിൽ ഇമ്മാതിരി ഒരു സാധനമാണ് പുള്ളി നേരെ എടുത്ത് അത് ചെയ്യാൻ കാണിച്ച മനസ്സ്, അതെടുത്ത് വെക്കാൻ കിടത്ത്, അതിന് വേണ്ടി പൈസ മുടക്കാനായാലും ഓരോ സീൻ ബൈ സീൻ ആ മുടക്കിയ പൈസക്കുള്ള അത് ആ പടത്തിൽ കാണാനുണ്ട്. ആ പടത്തിൽ കാണും കൺഫേം, നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും ഞാൻ എക്സൈറ്റഡ് ആയി, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതാണ് ഞാൻ ഇങ്ങനെ റിപ്ലൈ ചെയ്തത്. എനിക്കത് ഇങ്ങനെ പറയണ തരത്തില്ല. എന്തിനാണ് സൽമാൻ ഖാനും അതുപോലെ നോർത്ത് ഇന്ത്യനൊക്കെ 200 കോടി 500 കോടി ബഡ്ജറ്റ് കൊടുത്തിട്ട് പടം പൊട്ടിച്ച് കൈ കൊടുക്കുന്നത്? അവരിത് കാണണം. ഈ ഒരു ബഡ്ജറ്റ്, ഇതിൻ്റെ പടത്തിൻ്റെ ബഡ്ജറ്റ് എത്ര? ബഡ്ജറ്റിനകത്തൊന്നും നമ്മളിതിനകത്ത് ബഡ്ജറ്റ് 30 കോടിയാണ്. വെറും 30 കോടി. 30 കോടി കുറച്ച് കാണുന്നതല്ല. ഒരു നോർത്ത് ഇന്ത്യ അല്ലെ തെലുങ്ക് ഹിന്ദിയിലൊക്കെ അവിടുത്തെ ഒരു ആർട്ടിസ്റ്റ് മേടിക്കുന്ന ഒരു പ്രതിഫലമാണ് ഇന്നൊരു പടം എടുത്ത് വെച്ചേക്കുന്നത്. അവർക്ക് കുറച്ചും കൂടെ ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ പടത്തിൻ്റെ എങ്ങനെ പോയതിന് റേഞ്ച് കൺഫേം പാൻ ഇന്ത്യനിലടക്കം ഈ പടം എന്തായാലും ചർച്ചയാവും, ഹിറ്റാവും. VFX ഒക്കെ ചെയ്തു വെച്ചേക്കുന്നത് വേറെ ലെവൽ. എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി, BGM പറയാൻ വാക്കുകളില്ല. BGM ചെയ്തേക്കുന്നത് ജേക്കബ് ബിജോയ്, വേറെ ലെവല് മച്ചാനെ ഒന്നും പറയാനില്ല. പിന്നെ എൻ്റെ ഡയറക്ടർ, ആ തരംഗ സിനിമ എന്ന് പറഞ്ഞാൽ ആ ഒരു സിനിമ എടുത്ത് വെച്ചിട്ട് പുള്ളി വന്ന് നേരെ ഇങ്ങോട്ട് ഇച്ചിരി കുറച്ച് വർഷത്തിന് ഗ്യാപ്പ് വന്നു, അത് ഈ നേരെ ഇങ്ങോട്ട് ചാടിയ പടമാണ് ഇത് നമ്മൾ കാണുന്നത്. പുള്ളി 1000 ഉമ്മകൾ. ഇങ്ങനൊരു എക്സ്പീരിയൻസ് എനിക്ക് 2025 ഞാൻ കൽക്കി, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ പ്രഭാസിനെ കൽക്കി, ആ ഒരു ലൈറ്റിങ്, അതിനകത്തുള്ളൊരു ലൈറ്റിങ്ങിന് എനിക്ക് ചില സീൻസൊക്കെ അതുമായിട്ട് എനിക്ക് തോന്നി. കാരണം ആ ഒരു പടത്തിലൊരു രോമാഞ്ചം വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ, ആ ഒരു അവൻ്റെ കയ്യിൽ നിന്ന് അസ്ത്രം എറിയുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതുമായിട്ടുള്ള എല്ലാം കൂടെ എനിക്ക് ആ ഒരു ചെറുതായിട്ട് എനിക്ക് റിലേറ്റഡ് ആയി. കാരണം അത് നമുക്ക് ഭയങ്കര പീക്ക് രോമാഞ്ചിഫിക്കേഷൻ തരുന്ന സീനാണ്. അതുപോലെ ഇതിനകത്തും ഉണ്ട്. ആ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന സീനുണ്ട്, പിന്നെ നെസ്ലിൻ്റെ ഒരു സീനുണ്ട്, പിന്നെ ഏറ്റവും ലാസ്റ്റത്തെ പിന്നെ കല്യാണിയുടെ ഫൈറ്റൊക്കെ കൊറിയോഗ്രാഫി ചെയ്തേക്കുന്നത്. എൻ്റെ അമ്മോ, എന്ത് സാധനമാണോ! മലയാളത്തിലൊക്കെ ഇമ്മാതിരി ആയിട്ടൊക്കെ പടച്ചു വിടാൻ കഴിവുണ്ട്. അതാണ് മറ്റുള്ളവർ ഈ നോർത്ത് ഇന്ത്യൻസൊക്കെ കണ്ട് പഠിക്കണം. അവരൊക്കെ ഒരു നടന് കൊടുക്കുന്ന, ഒരു നടിക്ക് കൊടുക്കുന്ന ഒരു റെനോവേഷൻ അതിൻ്റെ 4-1 30 കോടി കൊണ്ട് മലയാളത്തിൽ നമുക്ക് ഉണ്ടോ ഒരു 1.5 മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്, ഇറക്കി. അങ്ങനെ തന്നെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാം. നാളെ നീ കാണ് ഞങ്ങളുടെ ലോകം, നീ കാണ് ഞങ്ങളുടെ മലയാളത്തിൻ്റെ ലോകം കാണാൻ പറയും. ബാക്കി നിങ്ങൾ പോയി കാണുക. എനിക്ക് ഇത്ര പറയാം. എനിക്ക് ഇതെങ്കിലും ഒന്ന് പറയണം. ഞാൻ പറഞ്ഞതിൽ കുറേ എന്തെങ്കിലും ഫാൾട്ട് കാര്യങ്ങൾക്ക് വരാം. എനിക്ക് അത്രയും മിങ്കിൾ ചെയ്യാൻ യൂട്യൂബിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വന്ന് എനിക്കിത് പറയാൻ തുടങ്ങിയ 1-2 വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഇതെനിക്ക് ഒന്ന് ഇടണം, ഇത് കിടക്കണം. ഈ ഒരു പടം ചെയ്ത് ടോപ്പ് നോച്ച് ഐറ്റമാണ്. മസ്റ്റ് തിയേറ്റർ തന്നെ പോയി കാണണം, വേറെ ലെവൽ, ഒന്നും പറയാനില്ല. ഇത് കണ്ടവർ വന്നിട്ട് ഇതേ ഒരു എക്സൈറ്റ്മെന്റ് ആണോ നിങ്ങൾക്കുമെങ്കിൽ ഇതിലേക്കുള്ള കമന്റ് ഇടുക. ഇത് തന്നെയാണ് നിങ്ങളുടെ ഇതേ സിറ്റുവേഷൻ തന്നെയാണ് എനിക്കും എന്ന് നിങ്ങളൊന്ന് ആണെങ്കിൽ ഉള്ളവർ ആയിരിക്കും. ഓൾമോസ്റ്റ് 99% പേർക്കും ഈ പടം ഇഷ്ടമാകും. മെയിനായിട്ടും ഇതിൻ്റെ എടുത്തു വെച്ചേക്കുന്ന മേക്കിംഗ് രീതി ബ്രില്യൻറ്റ്. നമ്മളൊരു മലയാളം പടം കാണുമെന്ന് പറയത്തില്ല. അമ്മാതിരി ഈ ഹോളിവുഡ് ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട് തഴമ്പിച്ച പിള്ളേർക്കൊക്കെ ഈ സാധനം കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നും. സത്യം, നമുക്ക് ഈ മലയാളത്തിൽ നിന്ന് ഇങ്ങനൊരു സാധനം വന്നല്ലോ എന്നുള്ള അഭിമാനം നമുക്ക് വരും കൺഫേം. അപ്പം നിങ്ങൾ എന്തായാലും ഒന്നും കൂടെ ഞാൻ പറയാണ്, ദുൽഖർ സൽമാൻ, വേഫെയർ ഫിലിംസ് ഇതുപോലൊരു സാരി ഞങ്ങൾക്ക് തന്നതിന് 2025 കൺഫേം ഓണം ലോക തൂക്കി ഉറപ്പാണ്. അപ്പുറത്ത് ഹൃദയപൂർവ്വം ഉണ്ട്, അറിയാം ലാലേട്ടൻ്റെ പടമാണെങ്കിൽ കൂടിയും ഇതുപോലൊരു സാധനം മസ്റ്റ് വാച്ച് തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യും.
അത് നമുക്ക് ദുൽഖർ സൽമാനും തന്നു. പിന്നെ കല്യാൺ പ്രിയ അവർക്ക് കല്യാണിക്ക് ഇത്രയും നാളും എൻ്റെ നാട്ടിൽ ചൈൽഡിഷ് ആയിട്ട് ഇടുന്ന ഒരു ആക്ടർ പോയി ഇങ്ങനെ ഒരു സാധനം എടുത്ത് വെക്കുക സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇതിലെടുത്ത എഫേർട്ട്, പിന്നെ അതിൻ്റെ ഡ്രസ്സിങ്, കോസ്റ്റ്യൂമിടാ അത് പറഞ്ഞിട്ടില്ലല്ലേ, കോസ്റ്റ്യൂം കുറച്ച് ഒരു സൂപ്പർ ഹീറോയിൻ, നമുക്ക് നമ്മുടെ മനസ്സിലോട്ട് എത്തിക്കും. ഒരു കണ്ണിൽ ലെൻസ് അടക്കം അതിനകത്ത് ഫ്രെയിം, അല്ലെ കണ്ണിൽ വെക്കുന്ന ലെൻസ് അടക്കം നമ്മൾ നോട്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഒരു വില്ലൻ നമ്മുടെ ലിയോയിലെ കോഫി ബോയ്, സൂപ്പർ, അത് എടുത്ത് കാണുക. പിന്നെ ഇതിനകത്ത് ഇഷ്ടം പോലെ ക്യാരക്ടറുണ്ട്, ക്യാമിയോ റോൾസ് ഇഷ്ടം പോലെ ഉണ്ട്, നിങ്ങൾ കാണുമ്പോൾ ഞെട്ടും. പിന്നെ നമുക്ക് നമ്മുടെ കുറച്ച് ഏറ്റവും ഫേവറേറ്റുള്ള കുറച്ച് ആൾക്കാരെ ചില വെറൈറ്റി പരിപാടി, ഇതൊക്കെ എപ്പോൾ പോയി ചെയ്തടാവേ, അതെനിക്കത്. ഇതൊക്കെ നമ്മൾ ഇൻസ്റ്റ നോക്കുമ്പോൾ അവിടെ വരുന്നത് എവിടെ വരുന്നത്, നമ്മളവിടെ ഉദ്ഘാടനത്തിൽ കാണുന്നത്, ഇതൊക്കെ എപ്പോൾ പോയി ചെയ്ത് ഈ സാരമൊക്കെ. നിങ്ങൾ അറിഞ്ഞാണ് സെൻസർ ബോർഡ് അവരുടെ പേരൊക്കെ പുറത്ത് കിട്ടുക, ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ ബാക്കി നിങ്ങൾ കാണും. ഞാൻ പറയാം, എൻ്റെ ഇതേ എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ഈ എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഇതേ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുക. അപ്പം കാണാം. അടുത്ത ഇനി പാടെ ഏതാ കളങ്കാവലാണ്, എൻ്റെ ടീച്ചർ കണ്ടായിരുന്നു, സൂപ്പർ, മമ്മൂക്ക ഉയിരി. ഇനി അടുത്ത അതായിരിക്കും എന്തായാലും. അപ്പം സന്തോഷം, എല്ലാവരും പോയി കാണുക, തിയേറ്ററിൽ തന്നെ പോയി കാണും. ഓക്കെ.